ഹായ് നമസ്കാരം. മൈൻഡ് സോൺ PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രവീൺ ഉണ്ണി. ഈ വീഡിയോയിൽ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ആവർത്തന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുമല്ലോ. നേരെ വീഡിയോയിലേക്ക്. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം നമാമി ഗംഗ. നമാമി ഗംഗ എന്നാണ് ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര്. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലറിയപ്പെടുന്നു? ഉത്തരം മലബാർ തീരസമതലം. മലബാർ തീരസമതലം എന്നാണ് കേരളത്തിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം? ഉത്തരം ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശരേഖ? ഉത്തരം ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശരേഖ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം? ഉത്തരം മാന്നാർ കടലിടുക്ക്. മാന്നാർ കടലിടുക്കാണ് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം കൊല്ലം, കോട്ടപ്പുറം. കൊല്ലം, കോട്ടപ്പുറമാണ് ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതു? ഉത്തരം തോറിയം. തോറിയമാണ് കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതു. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല? ഉത്തരം പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി? ഉത്തരം പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്? ഉത്തരം പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തെയാണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം? ഉത്തരം 1891. 1891 മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത്. പിങ്പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം? ഉത്തരം ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസാണ് പിങ്പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്? ഉത്തരം വട്ടെഴുത്ത് ലിഖിതം. വട്ടെഴുത്ത് ലിഖിതത്തിലൂടെയാണ് കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദി? ഉത്തരം പെരിയാർ. പെരിയാറാണ് പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദി. 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം കടൽത്തീരം. കടൽത്തീരത്തെയാണ് 5 തിണൈകളിൽ നെയ്തൽ സൂചിപ്പിക്കുന്നത്. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ഉത്തരം ഉമണർ. ഉമണർ എന്നാണ് സംഘകാല ഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ അറിയപ്പെട്ടിരുന്നത്.